ഉറക്കം എണീറ്റ് കാണുന്നത് അമ്മ മിറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അന്നേരമാണ് ആലോചിച്ചത് ഈശ്വരാ ഇന്ന് പറയുന്നുള്ള തല്ലേന്ന്. പെട്ടെന്ന് തന്നെ കളമൊക്കെ വരച്ചു. എപ്പോഴും നമ്മൾ സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ ചാണകം മെഴുകുന്നത്. ഇപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അറിഞ്ഞത് അമ്മുമ്മ മരിച്ചിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആവാണ്ട് നമുക്ക് വീട്ടിൽ പറയൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ എല്ലാം എടുത്ത് വെച്ചു. ദേണ്ട ആ മെഴുകിയിട്ടതെല്ലാം മണ്ണിട്ട് മൂടി. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പക്ഷേ അത് ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിത് ഈ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആദുവിനെ കൊണ്ട് അവിടെ വെച്ച് പറ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ മുണ്ടൊക്കെ ഉടുപ്പിച്ച് സെറ്റാക്കി. ശൈലമ്മ അപ്പോഴേ ദേ വിളക്കൊക്കെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കളിക്കശ്ശേരി അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ കരയിലെ പറ തീരുവാണേ. അതുകൊണ്ട് തന്നെ ജംഗ്ഷനിൽ അൻപൊലിയുണ്ട്. പിന്നെ ഉത്സവം കൂടാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമമുണ്ട് കേട്ടോ. പിന്നെ പറയും കൂടെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അറിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ സങ്കടമായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ആ സങ്കടമെല്ലാം മാറിക്കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമോ ഭയങ്കര സന്തോഷത്തോടാണ് പറയിടുന്നതെന്ന്. അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വരുന്നെന്ന് അറിഞ്ഞിടം തൊട്ടേ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് കുഞ്ഞാവേ ആയിരുന്നു കേട്ടോ. അവളും അങ്ങനെ പറയൊക്കെ ഇട്ടു. പറയിടാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം കളിക്കശ്ശേരി അമ്മ അങ്ങ് മാറ്റി തന്നു കേട്ടോ. അങ്ങനെ പറയിട്ടു. സന്തോഷമായി, മനസ്സും നിറഞ്ഞു.